പ്രഥമ ശുശ്രൂഷ ഫെയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡേ 1. എന്താണ് പ്രഥമ ശുശ്രൂഷ? അപകടങ്ങളിലോ മറ്റ് അത്യാഹിതങ്ങളിലോ അകപ്പെടുന്ന ഒരു വ്യക്തിക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നതുവരെ അയാളുടെ അവസ്ഥ കൂടുതൽ മോശമാകാതിരിക്കുന്നതിനും ജീവൻ നിലനിർത്തുന്നതിനും നൽകുന്ന അടിയന്തര ചികിത്സയാണ് പ്രഥമ ശുശ്രൂഷ. ഗോൾഡൻ ഹവർ ഏതൊരു അപകടം സംഭവിച്ചാലും ആദ്യത്തെ മണിക്കൂർ നിർണായകമാണ്. ഈ ഘട്ടത്തിലെ ശരിയായ പരിചരണം അപകടം പറ്റിയ ആളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും രോഗമുക്തിക്കും അത്യന്താപേക്ഷിതമാണ്. ബേസിക് ലൈഫ് സപ്പോർട്ട് (BLS). ബേസിക് ലൈഫ് സപ്പോർട്ട് (BLS) എന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അടിസ്ഥാന വൈദ്യശാസ്ത്ര പദ്ധതിയാണ്. ഹൃദയാഘാതം, ശ്വാസതടസ്സം, ബോധക്ഷയം, മുങ്ങൽ, ശാരീരിക പരിക്ക് മുതലായ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രാഥമിക രക്ഷാകർമ്മങ്ങൾ നൽകുന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം. ബേസിക് ലൈഫ് സപ്പോർട്ട് (BLS) പ്രാധാന്യം ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ആളുകളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നു. ചികിത്സ ലഭ്യമാകുന്നതിന് മുമ്പ് ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു. ഏത് സാധാരണക്കാരനും പഠിക്കാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനമാണ്. BLS-ന്റെ പ്രവർത്തനങ്ങളിലേക്കുള്ള പൊതുതത്വങ്ങൾ: 1. സുരക്ഷ ഉറപ്പാക്കുക. 2. പ്രതികരണം പരിശോധിക്കുക, റെസ്പോൺസ് ചെക്ക്. 3. എയർവേ, ബ്രീത്തിംഗ്, സർക്കുലേഷൻ A-B-C ഉറപ്പാക്കുക. 4. ശ്വാസോച്ഛ്വാസം പരിശോധിക്കുക. 5. അടിയന്തര സഹായം വിളിക്കൂ. 6. CPR ആരംഭിക്കൂ. 7. AED ഉപയോഗിക്കൂ. 8. റിക്കവറി പൊസിഷൻ നിലനിർത്തൂ. 1. സുരക്ഷ ഉറപ്പാക്കുക, എൻഷുർ സേഫ്റ്റി. പരിസരത്തുള്ള എല്ലാ അപകാരികളെയും ഡേഞ്ചറസ് ഒബ്ജക്ട്സ്, ഗ്യാസ് ലീക്സ്, ലിവ് വയർസ് വിലയിരുത്തുക. പരിസ്ഥിതി സുരക്ഷിതമല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക. ആവശ്യമെങ്കിൽ അപകടസ്ഥലത്ത് ആളുകളെ ഒഴിപ്പിക്കുക, evacuate the area. 2. പ്രതികരണം പരിശോധിക്കുക. പ്രതികരണം പരിശോധിക്കുമ്പോൾ ആദ്യം വ്യക്തിയെ "Are you okay?" എന്ന് ചോദിക്കുക. യാതൊരു പ്രതികരണവും ഇല്ലെങ്കിൽ വ്യക്തിയെ ഉച്ചത്തിൽ വിളിക്കുക. ശബ്ദ പ്രതികരണം, സ്പർശന പ്രതികരണം, വേദനയ്ക്കുള്ള പ്രതികരണം എന്നിവ പരിശോധിക്കുക. പ്രതികരിക്കുന്നില്ലെങ്കിൽ തുടർനടപടികളിലേക്ക് കടക്കുക. To try to get a response. If they're not alert and do not respond to your voice, kneel down beside them and gently shake their shoulders. Hello, Amy. It's Winston. Can you hear me? Open your eyes. Pinch their earlobe to see if they respond to pain. Scale and each letter can represent the casualty's level of response. A. Alert. V. Response to voice. P. Response to pain. And U is the casualty unresponsive to stimuli. 3. എയർവേ, ബ്രീത്തിംഗ്, സർക്കുലേഷൻ. ഉറപ്പാക്കുക. എയർവേ, ശ്വസനവാതായനം. എയർവേ മാനേജ്മെന്റ്. തല താഴേക്ക് തിരിച്ച്, താടി ഉയർത്തുക, ഹെഡ് ടിൽറ്റ്, ചിൻ ലെഫ്റ്റ്. ശ്വസനവാതായനം തടസ്സം ഉണ്ടോയെന്ന് നോക്കുക. ഉദാഹരണം, ഭക്ഷണം, നാവു മടങ്ങിക്കിടക്കുക, അന്യപദാർത്ഥങ്ങൾ തടസ്സമുള്ളതെങ്കിൽ നീക്കം ചെയ്യുക. ബ്രീത്തിംഗ് ചെക്ക്, ശ്വാസം പരിശോധിക്കുക. ലുക്ക്, ലിസൺ, ഫീൽ. ലുക്ക്, നോക്കുക, നെഞ്ച് ഉയർന്നുവരുന്നതോ താഴെയിറങ്ങുന്നതോ ആണോ എന്ന് ശ്രദ്ധിക്കുക. ലിസ്റ്റൻ, കേൾക്കുക, മൂക്കും വായ്ക്ക് അടുത്തായി ചെവിയിട്ട് ശ്വാസം പുറന്തിരിയുന്ന ശബ്ദം കേൾക്കുക. ഫീൽ, അനുഭവിക്കുക, കൈ മുഖത്തിനടുത്ത് വെച്ച് വായുവിന്റെ ചലനം അനുഭവിക്കുക. 5 10 സെക്കൻഡ് ഉള്ളിൽ ശ്വാസം ഇല്ലെങ്കിൽ ഉടൻ ആരംഭിക്കുക. സി. സർക്കുലേഷൻ, രക്തചംക്രമണം, പൾസ്, നാഡിസ്പന്ദനം പരിശോധിക്കുക. 4. ശ്വാസോച്ഛ്വാസം പരിശോധിക്കുക. അസസിംഗ് ബ്രീത്തിംഗ്, ബോൾസ്, ബേസിക് ലൈഫ് സപ്പോർട്ട് സംവിധാനം ഉപയോഗിക്കുമ്പോൾ വ്യക്തി ശരിയായി ശ്വാസോച്ഛ്വാസം എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് അത്യാവശ്യമാണ്. ഇത് ലുക്ക്, ലിസൺ, ഫീൽ എന്ന സങ്കേതം അനുസരിച്ചാണ് നിർവഹിക്കുന്നത്. സി. സർക്കുലേഷൻ, രക്തചംക്രമണം പരിശോധിക്കുന്നത് എങ്ങനെ? ബോൾസ്, ബേസിക് ലൈഫ് സപ്പോർട്ട് നൽകുമ്പോൾ ശ്വാസം, ബ്രീത്തിംഗ് മാത്രമല്ല രക്തചംക്രമണം, സർക്കുലേഷൻ ഉണ്ട് എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ഹൃദയമടക്കം നിലച്ചുപോയി, കാർഡിയക് അറസ്റ്റ് എന്നത് തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. പൾസി, നാഡിസ്പന്ദനം പരിശോധിക്കുക. നാഡിസ്പന്ദനം പരിശോധിക്കാൻ 15 സെക്കൻഡ് വരെ സമയം വേണ്ടതായതിനാൽ പോസ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് പൾസ് പരിശോധിക്കാതെ നേരിട്ട് ആരംഭിക്കാം എന്നതാണ് പൊതുവെയുള്ള പ്രോട്ടോക്കോൾ. മുതിർന്നവർക്കും കുട്ടികൾക്കും അഡൾട്ട് ചിൽഡ്രൻ. കറോട്ടിഡ് പൾസ്, കറോട്ടിഡ് നാഡി കഴുത്തിന് 2 വശങ്ങളിൽ ഒരു ഭാഗത്ത് കാതിനടുത്ത് ദപിച്ചത് ഇൻഡെക്സ് മിഡിൽ ഫിംഗർ കൊണ്ട് പരിശോധിക്കുക. കുഞ്ഞുങ്ങൾക്കു ഇൻഫാൻസ്.
ബ്രാച്ചിയൽ പോൾസ്, ബ്രാച്ചിയൽ നാഡി, കൈന്റെ അകത്തുവശം, മുട്ടിനോട് ചേർന്ന ഭാഗത്ത് നോക്കി 3 ഫീൽ അനുഭവിക്കുക. ഫീൽ അനുഭവിക്കുക. മൂക്കിനടുത്ത് കൊണ്ടുവന്ന് കാറ്റിന്റെ സാന്നിധ്യം അറിയാൻ ശ്രമിക്കുക. വ്യക്തിയുടെ മൂക്കിനടുത്ത് കരം വെച്ച് ശ്വാസം പുറത്തുവരുന്നതുണ്ടോ എന്ന് പരിശോധിക്കുക. ശ്വാസം ഇല്ലെങ്കിൽ ഉടൻ സെപ്പറൽ കാർഡിയോപൾമോണറി റിസസിറ്റേഷൻ ആരംഭിക്കുക. 108-112 എന്ന അടിയന്തര സേവനങ്ങളുമായി ബന്ധപ്പെടുക. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ലഭ്യമാണെങ്കിൽ ഉപയോഗിക്കുക. ശ്വാസം ഉണ്ടെങ്കിൽ റിക്കവറി പൊസിഷൻ പോലുള്ള അവസ്ഥയിലാക്കുക. To do this, kneel next to them on the floor. Remove their glasses and any bulky objects in their pockets, but do not search their pockets for small items. Make sure both of the casualty's legs are straight. Then take the arm nearest to you and place it at a right angle to their body with their palm facing upwards, like so. Take the other arm and bend across their chest and place the back of their hand against their cheek nearest to you and hold it there. With your other hand, lift their far knee up until their foot is flat on the floor. Once keeping the casualty's hand pressed against their cheek, pull on the far leg and carefully roll the casualty towards you and onto their side, like so. Once you've done this, adjust the top leg so that it is at a right angle. Tilt the casualty's head back so that the airway remains open. If needed, adjust the hand under the cheek to help to keep the airway open. If it has not already been done, call 999 or 112 for emergency help. 5 അടിയന്തര സേവനം വിളിക്കുക. കോൾ എമർജൻസി സർവീസ് 112 108 102 ലോക്കൽ ആംബുലൻസ് സേവനം വിളിക്കുക. സമീപത്തുള്ളവർക്ക് സഹായം തേടുക. നിർദ്ദേശങ്ങൾ നൽകുക. നിങ്ങൾ ആംബുലൻസ് വിളിക്കൂ. ഉണ്ടായ അപകടം വിശദീകരിക്കുക. എത്ര പേര് ഉൾപ്പെട്ടിരിക്കുന്നു? അവസ്ഥ ഗുരുതരമാണോ? CPR ഹൃദയശ്വാസകോശ പുനരുജ്ജീവനം. CPR ഹൃദയസ്തംഭനം സംഭവിച്ച ഒരാളുടെ ഹൃദയവും ശ്വാസവ്യവസ്ഥയും വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ നൽകുന്ന അടിയന്തര ചികിത്സയാണ്. ഇത് ചെസ്റ്റർ കംപ്രഷൻ, നെഞ്ച് അമർത്തൽ, 30 എണ്ണം, റെസ്ക്യൂ ബ്രീത്ത്, രക്ഷാപ്രദാന ശ്വാസം 2 എണ്ണം എന്നിവയുടെ ഒരു സംയുക്തമാണ്. Delivering blood and oxygen to every cell in our body. But when sudden cardiac arrest strikes, our heart suddenly and unexpectedly stops beating effectively and blood flow stops. CPR ചെയ്യുന്നതിനുള്ള പ്രധാന ഘട്ടങ്ങൾ. ചെസ്റ്റർ കംപ്രഷൻ 30 തവണ. നെഞ്ചിൽ മർദ്ദം നൽകുക. വ്യക്തിയെ കിടത്തി ഭാരം സമം വരുന്ന ഒരു സമതലത്തിൽ വെക്കൂ. കൈയുടെ കട്ടിയുള്ള ഭാഗം നെഞ്ചിന്റെ നടുവിൽ വെക്കൂ. മറുകൈ കൈ അതിനു മുകളിൽ വെച്ച് വിരലുകൾ കൂട്ടിക്കെട്ടു. 5-6 ആഴത്തിൽ 2 ഇഞ്ചസ് നെഞ്ച് താഴ്ത്തു. മിനിറ്റിന് 100-120 തവണയുടെ സ്പീഡിൽ ചെയ്തു തുടരും. 30 കംപ്രഷൻ നൽകൂ. റെസ്ക്യൂ ബ്രീത്ത് 2 തവണ. വായുവിൽ ശ്വാസം നൽകുക. തല സ്ലൈറ്റ്ലി ടിൽറ്റ് ബാക്ക് ചെയ്യുക. എയർവേ തുറക്കാൻ. മൂക്ക് പൂട്ടി വായിലൂടെ 2 ജനതങ്ങൾക്ക് 7 നൽകൂ. ഓരോ ശ്വാസവും 1 സെക്കൻഡ് ദൈർഘ്യമുള്ളതായിരിക്കണം. നെഞ്ച് ഉയരുന്നത് കാണാം. 3 കണ്ടിന്യൂ CPR 30-2 റേഷ്യോ. 30 ചെസ്റ്റർ കംപ്രഷൻ 2 റെസ്ക്യൂ ബ്രേത്ത്സ് എന്ന അനുപാതം തുടർച്ചയായി ചെയ്യൂ. മെഡിക്കൽ സഹായം എത്തുന്നതുവരെ അല്ലെങ്കിൽ വ്യക്തി തിരിച്ചുവരുന്നതുവരെ തുടരും. CPR നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വേഗത്തിൽ ശക്തമായി കംപ്രസ് ചെയ്യുക. 100-120 കഴുത്ത് നീട്ടിയതാണോ എന്ന് ഉറപ്പാക്കുക. എയർവേ തുറക്കാൻ. റെസ്ക്യൂ ബ്രീത്ത് നൽകുമ്പോൾ നെഞ്ച് ഉയരുന്നുണ്ടോ എന്ന് പരിശോധിക്കൂ. ഉറക്കത്തിൽ അല്ല, ഹൃദയസ്തംഭനം ആണെങ്കിൽ മാത്രമേ CPR ആവശ്യമാകൂ. എപ്പോൾ CPR നിർത്തണം? മറ്റു പ്രൊഫഷണൽ ഫസ്റ്റ് എയ്ഡർമാർ എത്തുമ്പോൾ. കാസ്വാലിറ്റി വീണ്ടും ശ്വാസം ശബ്ദം സഹിതം എടുക്കുമ്പോൾ. നിങ്ങൾ തളർന്നു പോകുന്നതുവരെ. മെഡിക്കൽ സഹായം എത്തുന്നതുവരെ. Watch what happens when we don't push deep enough. Blood does not reach the brain. The same is true if we do not push fast enough. Watch what happens when we push too fast. The heart does not have time to refill with blood, therefore not enough blood gets pumped out. Watch what happens when we don't allow the body to decompress and allow the chest to fully recoil. The heart does not have a chance to refill with blood, therefore no blood gets pumped out. So remember,
The key purpose of delivering compressions is to keep oxygenated blood moving within the heart and up to the brain to keep the brain alive. We need to push hard and push fast in the center of the chest. CPR ആവശ്യമുള്ള സാഹചര്യം ഹൃദയസ്തംഭനം, കാർഡിയക് അറസ്റ്റ്, ഡ്രൗണിംഗ്, കുടഞ്ഞുവീഴൽ, ഇലക്ട്രിക് ഷോക്ക്, ഗ്യാസിനാൽ ശ്വാസം മുട്ടിയതിനെ തുടർന്ന് സഫോക്കേഷൻ, സ്പ്രോ ഓരോ വ്യക്തിക്കും വേണം. പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. ഇൻഫാന്റ്, ചൈൽഡ്, അഡോൾട്ട്. AED ഓട്ടോമാറ്റിക് എക്സ്റ്റേർണൽ ഡെഫിബ്രൈറ്റർ ഉപയോഗിക്കൂ. AED ഓട്ടോമാറ്റിക് എക്സ്റ്റേർണൽ ഡെഫിബ്രൈറ്റർ ഹൃദയസ്തംഭനം നേരിട്ട വ്യക്തിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ്. ഈ ഡിവൈസ് ഹൃദയത്തിന്റെ അസാധാരണമായ താളം, അർഹതമില്ലേ തിരിച്ചറിയുകയും അതിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ഷോക്ക് നൽകുകയും ചെയ്യുന്നു. Can you help me call the ambulance? Can you get an AED, please? Excuse me. Wait. Excuse me, sorry, excuse me. Begin by removing all clothing from the patient's chest. Feel one place pad exactly as shown in the picture. Press firmly to patient's bare skin. No one should touch the patient. Okay, guys, stand clear, guys. Analyzing. Shock advised. Press the flashing orange button now. Deliver shock now. Shock delivered. Be sure emergency medical services have been called. It is safe to touch the patient. Begin CPR. Sir, you okay? What happened? We found him collapsed, so we did CPR, and I gave him one shock from the AED. Now he's been conscious. Okay, I'll take over. Don't worry, you will be fine. We will send you to the nearest hospital, okay? ശ്വാസനിരക്ക് വിലയിരുത്തുക. ഒരു മിനിറ്റിൽ ശ്വാസം എത്ര തവണയെന്ന് എണ്ണുക. സാധാരണ ശ്രേണി മധ്യവയസ്കർ 12-20 ശ്വാസം, കുട്ടികൾ 20-30 ശ്വാസം മിനിറ്റ്, ശിശുക്കൾ 30-60 ശ്വാസം മിനിറ്റ്. തെറ്റായ ലക്ഷണങ്ങൾ കണ്ടെത്തുക. 1. ശ്വാസം മന്ദഗതിയിലാണോ? ബ്രോഡ്പീനിയ. 2. ശ്വാസം അതിവേഗമാണോ? ടിക്കപീനിയ. 3. ശ്വാസതടസ്സം ചോക്കിംഗ് ഉണ്ടോ? കൃഷ്ണമണിയുടെ പ്രതികരണം പരിശോധിക്കൽ പ്യൂപ്പിൾ റിയാക്ഷൻ ടെസ്റ്റ്. വ്യക്തിയുടെ നാഡീവ്യൂഹ പ്രവർത്തനത്തിന്റെയും ബോധനിലയുടെയും നില പരിശോധിക്കാൻ പ്രാഥമിക പരിശോധനയാണിത്. പ്രതികരണ പരിശോധനയുടെ ഘട്ടങ്ങൾ. 1. പ്രദേശം മങ്ങിയിരിക്കാൻ ഉറപ്പാക്കുക. കൃഷ്ണമണി പ്യൂപ്പിൾ പരിശോധനയ്ക്കായി മിതമായ പ്രകാശം ഉപയോഗിക്കൂ. വളരെ തെളിച്ചമുള്ള അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചം ഒഴിവാക്കൂ. 2. വ്യക്തിയുടെ നില വിലയിരുത്തുക. വ്യക്തി ബോധവാനാണോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണോ എന്ന് നോക്കൂ. 3. ദൃശ്യപരമായ പരിശോധന ഇൻസ്പെക്ഷൻ. കണ്ണിന്റെ കൃഷ്ണമണികൾ സമാന വലിപ്പത്തിൽ ഉള്ളതാണോ എന്ന് പരിശോധിക്കൂ. ഒരു കണ്ണിന്റെ കൃഷ്ണമണി വലിയതോ ചെറുതോ ആയി കാണുന്ന അവസ്ഥ അനിസോഗോറിയ ആകാം. 4. പ്രകാശപ്രതികരണം പരിശോധിക്കുക. ലൈറ്റ് റിഫ്ലക്സ്. ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ഫോണിന്റെ നാച്ചുറൽ ലൈറ്റ് ഉപയോഗിച്ച് ഓരോ കണ്ണിൽ ചേർത്തുവച്ച് പ്രകാശം വീശൂ.
ധാർമ്മിക പ്രതികരണം. പ്രകാശം വീശിയ കണ്ണിന്റെ കൃഷ്ണമണി ചുരുങ്ങിയാലും കൺസ്ട്രിക്ഷൻ മറുവശം ഇതേ രീതിയിൽ പ്രതികരിച്ചാലും ഇത് സാധാരണമാണ്. പ്രതികരണം ഇല്ലെങ്കിൽ അത് നാഡീവ്യൂഹ പ്രശ്നമാകാം. 5 വസ്തുവിന്റെ അക്കോമഡേഷൻ റിഫ്ലെക്സ് പരിശോധന. അക്കോമഡേഷൻ റിഫ്ലെക്സ്. വ്യക്തിയുടെ കാഴ്ചയ്ക്കു മുന്നിൽ ഒരു വിരൽ അല്ലെങ്കിൽ പുള്ളിയുള്ള വസ്തു വയ്ക്കൂ. വിരൽ അടുത്തേക്ക് ക്ലോസർ ടു ഐ കൊണ്ടുവരുമ്പോൾ കൃഷ്ണമണികൾ ചുരുങ്ങിയാലും പിന്നീട് വലുതാകുകയാൽ ഇത് സാധാരണമാണ്. കൃഷ്ണമണി പ്രതികരണം ഇല്ലെങ്കിൽ ഇത് തലച്ചോറിനുള്ള ക്ഷതം, മയക്കുമരുന്നിന്റെ അത്യധികം ഉപയോഗം അല്ലെങ്കിൽ നാഡീപ്രശ്നങ്ങൾ എന്നിവയുടെ അടയാളമായിരിക്കും. അസമാനത അസിമിറ്ററി കണ്ടാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടും. ഫസ്റ്റ് എയ്ഡർ രോഗനിർണയം നടത്തുന്നതു എങ്ങനെ? ഫസ്റ്റ് എയ്ഡർ ഒരാൾക്ക് രോഗനിർണയം നടത്തുന്നത് അർത്ഥമാക്കുന്നത് അടിയന്തര സാഹചര്യത്തിൽ അവയവ പ്രവർത്തനം, ആകസ്മികമായി സംഭവിച്ച പരിക്കുകൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും പ്രാഥമിക സഹായം നൽകുകയും ചെയ്യുക എന്നതാണ്. ഇത് ഒരു ഡോക്ടർ നടത്തുന്ന ഔദ്യോഗിക രോഗനിർണയമല്ല, മറിച്ച് അടിയന്തരമായി സഹായം ലഭ്യമാക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. 1. സ്ഥിതിഗതികൾ വിലയിരുത്തുക. അസെസ് ദി സിറ്റുവേഷൻ. സുരക്ഷ ഉറപ്പാക്കുക. നിങ്ങളുടെ സുരക്ഷയും പരിസരവാസികളുടെയും സുരക്ഷയും ഉറപ്പാക്കൂ. പരിസ്ഥിതി വിലയിരുത്തുക. അപകടം സംഭവിച്ച രീതിയും കാരണങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കൂ. പോസ്റ്ററുകളും അടിയന്തര നിർദ്ദേശങ്ങളും പരിശോധിക്കുക. ഡേഞ്ചർ, ഗ്യാസ്, ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. 2. പ്രാഥമിക നിരീക്ഷണം. പ്രൈമറി സർവേ. DRABC. ഡേഞ്ചർ, അപകടം, പരിസരത്ത് അപകടകാരികളായ വസ്തുക്കളുണ്ട്. റെസ്പോൺസ്, പ്രതികരണം. രോഗിക്ക് പ്രതികരിക്കാനാകുന്നുണ്ടോ? ഷെയ്ക്ക് ചെയ്യുക. പേര് വിളിക്കൂ. എയർവേ, ശ്വാസവായ്, ശ്വാസവാതാസം തുറന്നിരിക്കുമോ? അകറ്റാൻ കഴിയുന്ന തടസ്സങ്ങളുണ്ട്. ബ്രീത്തിംഗ്, ശ്വാസോച്ഛ്വാസം. രോഗി ശരിയായോ ശ്വാസം വലിച്ചെടുക്കുന്നോ? 10 സെക്കൻഡ് വരെ നോക്കൂ. സിറക്യുലേഷൻ, രക്തപ്രവാഹം, ഹൃദയമിടിപ്പ്, രക്തസ്രാവം, ബോധം എന്നിവ പരിശോധിക്കൂ. 3. രണ്ടാമത്തെ നിരീക്ഷണം. സെക്കൻഡറി സർവേ. സാമ്പിൾ. ദയനീയത. രോഗിയുടെ പ്രസ്തുത അവസ്ഥയുടെ ലക്ഷണങ്ങൾ. അലർജിസ്, ഏതെങ്കിലും അലർജി ഉണ്ട്. മെഡിക്കേഷൻസ്, രോഗി ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്. പാസ്റ്റർ, മെഡിക്കൽ ഹിസ്റ്ററി, മുമ്പ് ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ. ലാസ്റ്റ് മീൽ, അവസാനമായി ഭക്ഷണം കഴിച്ച സമയം. ഇവന്റ്സ് ലീഡിംഗ് ടു ഇൽനെസ്, ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായ സംഭവം. 4. അടിയന്തര നടപടികൾ. ഇമ്മീഡിയറ്റ് ആക്ഷൻ. ശ്വാസം ഇല്ലെങ്കിൽ ആരംഭിക്കൂ. പരിക്കുകൾ വേദന തടയാവുന്ന രീതിയിൽ സഹായം നൽകൂ. രക്തസ്രാവം, അമർത്തി രക്തസ്രാവം കുറയ്ക്കൂ. ചലനം ഇല്ലെങ്കിൽ, സ്പൈനൽ ഇഞ്ചുറി സംശയിച്ചാൽ രോഗിയെ ചലിപ്പിക്കാതിരിക്കൂ. മുറിവുകൾ, വീക്കങ്ങൾ, തണുത്ത കട്ടകളോ കട്ടിയുള്ള വസ്ത്രങ്ങളോ ഉപയോഗിച്ച് അമർത്തും. അടിയന്തര സേവനം വിളിക്കുക. 112. 108. 101. ആവശ്യമെങ്കിൽ ഉടനെ മെഡിക്കൽ സഹായം വിളിക്കൂ. 5. നിരീക്ഷണം തുടർക്കുക. മോണിറ്റർ ആൻഡ് റീഅഷ്യൂർ. രോഗിയുടെ ശ്വാസോച്ഛ്വാസം, ബോധം, രക്തസ്രാവം എന്നിവ തുടർച്ചയായി പരിശോധിക്കൂ. തണുപ്പ് അല്ലെങ്കിൽ ഷോക്ക് ഉണ്ടോ എന്ന് നിരീക്ഷിക്കൂ. രോഗിയെ സമാശ്വസിപ്പിക്കൂ. ഭയം കൂടാതിരിക്കാൻ പിന്തുണ നൽകൂ. എല്ലാ അടിയന്തര സാഹചര്യങ്ങളിലും 101. 108 എന്ന നമ്പർ ഡയൽ ചെയ്യൂ. അബോധാവസ്ഥയിലുള്ള അൺറെസ്പോൺസീവ് ആളുകൾക്ക് CPR ആൻഡ് AED നിർദ്ദേശങ്ങൾ പാലിക്കൂ. ബോധം ഉള്ളവരിൽ മുഖ്യ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഫസ്റ്റ് എയ്ഡിന് അനുയോജ്യമായ നടപടി സ്വീകരിക്കൂ.